പെൺകുട്ടിയുടെ മൃതദേഹം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചൂട്! ഓ, കിണറ്റിലെ വെള്ളമൊക്കെ കുപ്പിയിലായി. ഇനി ഇതുകൂടെ കിട്ടാതാവുമല്ലോ എന്റെ തമ്പുരാനെ. അമ്മേ, ദാ അച്ഛൻ വന്നു. ഇതെന്താ അച്ഛാ? ഇന്ന് കുറച്ച് മീൻ വാങ്ങിയതാ. മക്കൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല അച്ഛാ. മോൻ എവിടെ? അവിടെ ഉണ്ട്. ആഹാ, ഇതെന്ത് പറ്റി, വീണോ? എന്താ ചെയ്യട്ടാ, രാവിലെ കുളിപ്പിച്ചു കൊടുത്തതാ. ആ നശിച്ച പൂച്ചയുടെ കൂടെ കളിച്ചു. സാരല്ല, എന്നാ കുറച്ച് മീനാ. സാരല്ല കേട്ടോ കുട്ടാ. ഇത് കളിച്ച് മുഴുവൻ ചെളിയായി, തലയിൽ കൂടെ ഒക്കെ ചെളിയായി. പൂച്ചന്റെ കൂടെ കളിച്ചിട്ടില്ലേ? അയ്യോ, അവൻ നല്ല മീനാണെന്ന് പറഞ്ഞിട്ടാണല്ലോ തന്നത്. ഒഴിക്കല്ലേ ഒഴിക്കല്ലേ ഒഴിക്കല്ലേ, അയ്യോ ഒഴിക്കല്ലേ. അതാ കുളി കഴിഞ്ഞപ്പോ ഉഷാറായല്ലോ. ഇനി ഈ കൈ ഇട്ടിട്ട് അതെങ്ങനെ ഇട്ട്. ആഹാ, ചേട്ടാ ചോറ് എടുക്കട്ടെ? എനിക്കിപ്പോ വേണ്ട, നിങ്ങൾ കഴിച്ചോ. അമ്മേ, എനിക്ക് അച്ഛൻ്റെ കൂടെ കഴിച്ചാ മതി. ആ മോനെ വാടാ, നമുക്ക് ചോറിന്. വേഗം കഴിച്ചോട്ടോ, മോൻ കരയണ്ട. ആഹാ, നിങ്ങൾ കഴിച്ചു തുടങ്ങി. ഇന്ന് മീനല്ലാതെ വേറൊന്നുമില്ല. അയ്യേ, ഈ മീൻ കേടാ, എനിക്കിത് വേണ്ട. ഞാൻ പറഞ്ഞതല്ലേ ഏട്ടാ, ഇത് ചീഞ്ഞ മീനാന്ന്. ചേട്ടൻ അവര് പറ്റിച്ചതാ. അയ്യോ പാവ, എന്റെ മകൻ അത് മുഴുവൻ കഴിച്ചു. അമ്മേ, വേറെ എന്തെങ്കിലും കറി ഉണ്ടോ? ഇല്ല മോളെ. എന്നാ കുറച്ച് ചമ്മന്തി എന്തെങ്കിലും അരച്ചു കൊടുക്കും. തേങ്ങയില്ല. തേങ്ങയില്ലാത്ത ചമ്മന്തിയാലും മതി. അമ്മ, എങ്ങനെയാവും അമ്മ ഇവൻ ഇത് മുഴുവൻ കഴിച്ച? ഞാൻ നോക്കട്ടെ. മഴ നിക്കുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ ഇതിനുമ്പ് വന്നതല്ലേ? വാതിൽ അടച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ആരും ഇല്ലാന്നാ തോന്നുന്നേ. ഇല്ല, പൂട്ടിയിട്ടില്ല. അകത്താളുണ്ടാവും. ഹലോ ചേച്ചി. ആരോ വിളിക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. ആരാ? ഞങ്ങൾ വില്ലേജിൽ നിന്ന് വരുവാ. ആ ചേട്ടാ, ഒന്നിങ്ങ് വന്നേ. ആരോ വന്നിരിക്കുന്നു. അമ്മ, ഇവനത് ഇത് മുഴുവൻ വലിച്ചു നിലത്തിടുന്നു. ഇവര് വില്ലേജിൽ നിന്ന് വന്നതാ. ഞങ്ങൾ വില്ലേജിൽ നിന്ന് വരിക. എന്താണ് കാര്യം? ന്യൂനമർദ്ദം രൂപപ്പെട്ടോണ്ട് 3-4 ദിവസം ശക്തമായി കാറ്റും മഴ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ക്യാമ്പിലേക്ക് മാറണം. ഓക്കെ, ശരിടാ, ഞാൻ റെഡി ആയി തരാം. നിങ്ങളവിടെ എത്തിയോ? ഓ, അത് ശരി. നിങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിരുന്നു. നിങ്ങൾ അവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ, അത് ശരി. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നിങ്ങൾ ഇന്ന് തന്നെ ക്യാമ്പിലേക്ക് എന്തായാലും വരാം.
എന്നാ ശരി. മെമ്പറെ ആ സുധി ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ പോണു. ആ അസുഖമൊക്കെ മാറിയോ? വേദന കുറവുണ്ട് മെമ്പറെ. ജോലിക്കൊക്കെ പോയി തുടങ്ങിയോ? ആ ചെറിയ ചെറിയ പണിക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്റെ റേഷൻ കാർഡ് എന്തായി, ശരിയായോ? ഇല്ല, 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലാനാ പറഞ്ഞത്. നീ ഒന്ന് പെട്ടെന്ന് ശരിയാക്ക്, നിന്റെ വീടിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ശരി മെമ്പറെ. എന്നാ ശരി. അല്ല എന്താ പറ്റിയേ? ഒന്ന് വീണതാ. എടാ നിക്കട ഓടല്ലേ. ഹലോ, ആ റസാക്കെ, ഞങ്ങളുടെ വീടുകൾ കയറിക്കൊണ്ടിരിക്കുക. മോന്റെ ഇല്ല, പേരെന്താ? ഞാൻ വിളിച്ചിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, പിന്നെ മലപ്പുറത്തുനിന്ന് അവന് ക്യാമ്പിലേക്ക് സംസാരിക്കാൻ കുറച്ച് സാധനങ്ങൾ പറ്റില്ല, വരുന്നുണ്ട്. അത് ഊമയാ. പഞ്ചായത്ത് തന്നെ വാങ്ങി വെക്കണം. വേണ്ട വ്യക്തിയുടെ കൈകളൊന്നും കൊടുക്കണ്ട, അവിടെ വാങ്ങി വെച്ചായി. ബാക്കി ഞാൻ വന്നിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. ആ ശരി. ചേച്ചി എന്നാ നിങ്ങൾ അവരുടെ എടുക്കാനുള്ള details സാധനങ്ങളൊക്കെ ഒക്കെ എടുത്തിട്ട് എടുത്തില്ലായിരുന്നോ? പെട്ടെന്ന് തന്നെ ക്യാമ്പിലേക്ക് നോട്ട് വെക്കും. ചെയ്തിട്ടുണ്ട്. രാത്രി മഴ പെയ്താല് കഴിഞ്ഞ വർഷത്തെ ഓർമ്മയില്ലേ, ഭയങ്കര റിസ്ക്കാ പോക്ക്. ശരി മെമ്പറെ. കഴിഞ്ഞ വർഷത്തെ അനുഭവം അറിയാലോ. കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ നിന്നും ഗവൺമെന്റിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. നിനക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ നിന്റെ വീട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്കൊക്കെ സർക്കാർ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതപ്പോ എന്നാ പിന്നെ സുധിയെ ഞങ്ങൾ പോവാണ്, പറഞ്ഞാൽ പോലെ ശരി ചെയ്യ്. മെമ്പറെ. ഓ ആയിക്കോട്ടെ. അപ്പൊ ചേച്ചി ക്യാമ്പിൽ വെച്ച് കാണാം. ചേച്ചി മാത്രല്ല ചേട്ടനുണ്ടാവും. ആണോ? താനങ്ങനെ ചേച്ചിമാരായിട്ട് അധികം ഉണ്ടാക്കണ്ട. ഏട്ടാ നമുക്ക് ക്യാമ്പിലേക്ക് പോകുന്നതല്ലേ നല്ലത്? അവനെന്താ വിചാരിക്കാ? നീ അങ്ങനോട് കളിക്കരുത് കേട്ടോ. അവരത്രയും സുഖമില്ലാത്ത പറഞ്ഞല്ലേ. നമ്മുടെ മോനെയും കൊണ്ട്. എന്നാലും സാരല്ല ഏട്ടാ, ഞാൻ നല്ല നോക്കിക്കോളാം. കുട്ടിയായിട്ടിരിക്കണേ. നമുക്ക് നോക്കാം. പുറത്ത് നോക്കി നല്ല മഴയാ. എന്തൊരു മഴയാ. ഇത് ഭക്ഷണം കഴിക്കുക, രണ്ടാളും കഴിക്ക്, മതി കഴിക്ക്. ഇതാട്ടോ വെള്ളം. മോൻ കഴിച്ചില്ല? അമ്മ വാരി തരണോ? അമ്മ വാരി തരണോ? കഴിക്ക്. അമ്മേ കറണ്ട് പോയി. അവിടെ നിൽക്കും മോളെ, അമ്മ വിളക്കുമായിട്ട് ഇപ്പൊ വരാട്ടോ. മക്കള് പേടിക്കണ്ട കേട്ടോ, സാരല്ല കേട്ടോ. നീ എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞതല്ലേ ഏട്ടാ ക്യാമ്പിലേക്ക് പോകാമെന്ന്. എനിക്ക് പേടിയാണ്. നീ എന്താ ചെയ്യാ? ചേട്ടാ ഈ വഴി പോയിക്കോട്ടെ? നിങ്ങൾക്ക് എവിടേക്കാ പോണ്ടേ? ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. രാമ പറഞ്ഞുകൊണ്ട് ഇവിടെ പാലൊക്കെ മുങ്ങിയെടുക്കണം. ഒന്ന വഴിക്ക് പോകുന്നതെനിക്ക് നല്ലത്. അച്ഛാ എനിക്ക് വിശക്കുന്ന അച്ഛാ. അമ്മയോട് എന്തെങ്കിലും തരാൻ പറ മോളെ. അതെ, ഒരു മണി അരി പോലും ഇല്ല ഇവിടെ. ഞാൻ എന്താ ചെയ്യാ? ഞാനൊന്ന് കട വരെ പോയിട്ട് വരാം. കടയിൽ ഒരുപാട് പൈസ കൊടുക്കാനുണ്ട്. സാധനം തരുമെന്ന് അറിയില്ല. വേറെ നിവൃത്തിയില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. അച്ഛൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വരട്ടെ മോളെ. അച്ഛൻ കോലുമുട്ടായി കേട്ടോ. മോനെന്താ വേണ്ടേ? നിർത്ത്. ഇന്നലെ മുതൽ ഞാൻ നിങ്ങൾ അന്വേഷിച്ച് നടക്കുക. കടയിൽ ചെന്നപ്പോൾ കട പൂട്ടിക്കിടക്കുകയാണല്ലോ. എന്താ പ്രശ്നം?
ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓ, കട പൂട്ടേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എസ്റ്റേറ്റ് സമരമായതുകൊണ്ട് തൊഴിലാളികൾക്കൊന്നും പണിയില്ല. പിന്നെ സാധനം മേടിക്കുന്നവർ കട മേടിച്ച് പോവുക. അല്ല, നീ എന്തിനാ എന്നെ അന്വേഷിച്ചേ? പറയട്ടെ, ഞാൻ നിങ്ങൾക്കൊരു കോളുമായിട്ടാണ് വന്നത്. ആ. ക്യാമ്പിലേക്ക് വന്ന ഒരു ലോഡ് സാധനം ഞാനങ്ങ് മറിച്ചു. അത് ശരി. രാത്രി ആയതുകൊണ്ട് ആരും കണ്ടില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് നടപടിയാക്കി തരണം. സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആ, നിക്ക്. നീ എന്ത് വിലക്ക് തരും? പകുതി വില തന്നാ മതി, മുഴുവൻ വേണ്ട. ആ, കടയിലേക്ക് വരണ്ട, രാത്രി വീട്ടിലേക്ക് വന്നേ. ഓ ശരി, സൂക്ഷിക്കണം. സൂക്ഷിക്കാം. എന്നാ ശരി. ഓക്കെ. ഇക്ബാലോ, ഇന്ന് മീനൊന്നുമില്ലേ? മീനൊക്കെ ഉണ്ട്, പക്ഷെ കോഴിക്കോടേക്കുള്ള വഴിയും കൂടി നിങ്ങൾ പറഞ്ഞു. ഏതായാലും വന്നതല്ലേ, 2 ചായ കുടിച്ചിട്ട് പോവാം. ഒരു ചായ ഡ്രോ. ഓ, വന്ന് കുരിപ്പ്. മഴയൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ ഭാഗത്തൊക്കെ വെള്ളം കയറിയോ? വെള്ളമൊന്നും കയറിയിട്ടില്ല. 10-15 സ്ഥലം കാണാനില്ല. മൊത്തം കുത്തിയൊലിച്ചിട്ട് പോയി. പണ്ടൊക്കെ എത്ര മഴ പെയ്തതാ അല്ലേ? 6 മാസം മഴയാന്ന് പറഞ്ഞാൽ 6 മാസം മഴയാ. അന്നൊന്നും വെള്ളപ്പൊക്കവും ഇല്ല, ഉരുൾപൊട്ടലും ഇല്ല. ആ, അതും ശരിയാണ്. ആ ഇന്നൊരു മണിക്കൂർ മഴ പെയ്താൽ വെള്ളപ്പൊക്കമാണ്. ആ ഇപ്പം മഴ എന്ന് പറഞ്ഞാൽ പേടിയാ. ആ, അതും ശരിയാണ്. ഒരു ചായ ഓർഡറോ. പറ്റു കുറെ ആയിട്ടോ. പെൻഷൻ കിട്ടിയിട്ട് തരാടോ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. അതിന് പെൻഷൻ കിട്ടണ്ടേ? കാലം ചത്തോ? ചത്തിട്ടില്ല. ഇവിടെ നാട് കാണാൻ ഇറങ്ങിയതാ. ആ, ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുകയാണെന്നാണല്ലോ പത്രത്തിൽ വായിച്ചത്. അത് ശരി. പത്രക്കാര് വെറുതെ എഴുതിയായിരിക്കും അല്ലേ? നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു അപകടം പറ്റിയാൽ നേരിട്ട് ചെന്ന് കാണണമല്ലോ. ബൈ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. ബൈ. വാ പറയട്ടെ. കുറച്ച് നാളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ചങ്ങാതിമാരാകുമ്പോ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ടാകുമല്ലോ. നിന്റെ മലഞ്ചരക്ക് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. നീ ചരക്കെടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ എനിക്കറിയാം. ആ, അത് പോട്ടെ. നീ ചരക്കെടുത്ത വകയിൽ ഒരു 5-6 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു രേഖയും ഇല്ലാതെ 4 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. എത്ര? 4 ലക്ഷം. ആകെ മൊത്തം 10 ലക്ഷം. ഡെനിസേ, കച്ചവടത്തിൽ നെറുകേട് പാടില്ല. എനിക്കിപ്പോ വേണമെങ്കിൽ നിന്നെ ചവിട്ടി കൂട്ടി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാം. അതൊക്കെ പഴഞ്ചൻ രീതിയല്ലേ. നമ്മളൊക്കെ ന്യൂജൻ അല്ലേ ബ്രോ? ഞാൻ തരൂ. അപ്പോ ഒരാഴ്ച സമയം തരും ഞാൻ. ഒരു പ്രശ്നമില്ല. ഞങ്ങള് പഴയ ഫ്രണ്ട്സുകളാ. ഒരു കല്യാണം ക്ഷണിക്കാൻ വന്നതാ. അടുത്ത തിങ്കളാഴ്ച. അപ്പൊ അടുത്ത തിങ്കളാഴ്ച 10-നും 10:30-ക്കും ഇടയിലാണ് മുഹൂർത്തം. ശരി ബൈ. കുടുംബസമേതം വരണം. ഓ ബൈ. എന്താ ബൈ പ്രശ്നം? പ്രശ്നമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. താനാരാ? പോടതടിയാ. ആ, എന്നാ പോക്കോ. പോടാ. കണ്ടല്ലോ എന്റെ പിള്ളേരെ. നീ ഒരിക്കൽ കൂടി അവരെ ഇങ്ങോട്ട് വരുത്തരുത്. ഓ ഇല്ല ബൈ, ഞാൻ വരാം. അപ്പൊ കല്യാണത്തിന് ഓ ബൈ. പോടാ മക്കളെ.
എന്താ ഏട്ടാ എനിക്ക് ഇത്തിരി സാധനങ്ങൾ വേണമായിരുന്നു. ആദ്യം നീ പറ്റു തീർക്ക്, എന്നിട്ട് സാധനം തരാം. രാവിലെ മുതൽ കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല. നിനക്കൊക്കെ പറ്റു തന്നിട്ട് ഞാൻ കടക്കാരനായി. കിട്ടിയിരുന്നെങ്കിൽ വേറെ നിവൃത്തിയില്ലാത്തതാണ്. ആ എന്താ കൈയെടുക്കടാ. മോന് പഴം വേണോ? ചേട്ടാ ഇവന് 2 പഴം കൊടുക്ക്. എന്നാ നിങ്ങൾ എന്തിനാ ഇവർക്കൊക്കെ അത് വാങ്ങിക്കൊടുക്കുന്നത്? സാരില്ല ഏട്ടാ. 500 ചില്ലറയില്ലല്ലോടാ. പിന്നെ തന്നാ മതി. മതിയോ? ആ കുട്ടികളെ കയ്യിലൊക്കെ 500 സാരില്ല പോട്ടെട്ടോ. രാവിലത്തെ കൈനീട്ടം വൈകുന്നേരം കിട്ടിയല്ലോ. സുധിയെ നിക്കടാ. ആ എന്താ കാക്കാ? മോനിവിടെ നിൽക്കേ. അല്ല സുധി, ഞാൻ വിചാരിച്ചു നീ ക്യാമ്പിലായിരുന്നു. നീ ക്യാമ്പിലൊന്നും പോയില്ലേ? ഞാൻ ക്യാമ്പിലേക്കൊന്നും പോയില്ല. മോന് സുഖമില്ലാത്തോണ്ട് പോകാൻ പറ്റില്ല. ഓ അങ്ങനെയൊക്കെ ഉണ്ടടാ. എന്തായാലും ഒരു കാര്യം ചെയ്യ്. നീ കുട്ടികളെയും മക്കളെയൊക്കെ കൂട്ടി ക്യാമ്പിലേക്ക് പിരിച്ചു പോയിക്കോ. വിട്ടുന്നാ പറയണേ. ശരിയാക്കാ, പട്ടാളം അങ്ങനെ ചെയ്യാം. ഓന്റെ കാര്യം വളരെ കഷ്ടാണ് കേട്ടോ. നിങ്ങൾ അറിയോ ഓനെ? ഏതാ പയ്യൻ? ആ തെക്കിലെ ഗോവിന്റെ മോനാണ്. നമ്മളെ മെമ്പർ അല്ലേ ആ വരുന്നത്? ആ നിക്കി. ആ എന്തൊക്കെയാ അംസക്ക, സുഖല്ലേ? മോൻ വാ. മെമ്പറെ, നമ്മളെ ക്യാമ്പൊക്കെ പിരിച്ചു വിട്ടോ? ഇല്ല, ക്യാമ്പ് പിരിച്ചോട്ടില്ല. ക്യാമ്പ് നടക്കുന്നുണ്ട്. വെയിൽ കണ്ടപ്പോൾ കുറച്ച് കുടുംബങ്ങളൊക്കെ പോയിട്ടുണ്ട്. മഴ വീണ്ടും ശക്തി പ്രാപിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അവരൊക്കെ തിരിച്ചു വിളിക്കും. ഇനി എന്താ ചെയ്യുക? ഞാൻ സുധിനോട് പറഞ്ഞു പോയല്ലോ. അല്ല, ആരിത്? മൊയ്തീനോ? കുറച്ച് ദിവസമായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഇന്ന് കച്ചവടം ഒന്നുമില്ലേ? ഭയങ്കര മഴയല്ലേന്ന്. ഇന്ന് കുറച്ച് വെയിൽ കണ്ടപ്പോ റേഷൻ വാങ്ങാൻ വന്ന. അല്ല, വന്ന് ഇപ്പൊ റേഷൻ കടയിൽ ആളിലുണ്ടായ. ആളുകളൊക്കെ ക്യാമ്പിലല്ലേ, അവിടെ ലാവിഷ ഭക്ഷണം, പിന്നെന്തിനാ റേഷൻ? അല്ല, പ്രളയായിട്ട് നമുക്ക് സർക്കാരിന്റെ വക സ്പെഷ്യലൊന്നുമില്ലേ? ആ ഉണ്ട്. 5 കിലോ അരി 6 ലിറ്റർ മണ്ണെണ്ണയുണ്ട്. ആ അതെങ്കിൽ അതിങ്ങോട്ട് ഇടുക്കി. എടാ ഇതൊന്ന് എടുത്തു കൊടുക്ക്. ആ എന്തൊരു മണം. എന്നാ വരി വാ. എന്നാ ഈ സഞ്ചിയിലേക്ക് ഇട്ട്. ആ കളയല്ലേ, പിടിക്കണ്ട കാക്ക. ആ മുടുക്കൻ.
അതിന്റെ മോനെ ആകെ 5 കിലോ അരിയുള്ളൂ. മായ ഇപ്പൊ പെയ്യല്ല പഠിച്ചോനെ. കാലം പൂവിട്ട വഴികളിലൂടെ കനലായി പെയ്തൊരു വർഷമേഘം പെയ്തു തീരാതെ കലിതുള്ളി മേഘങ്ങൾ കണ്ണുനീർമഴയായി പെയ്തിറങ്ങി കണ്ണുനീർമഴയായി പെയ്തിറങ്ങി കൈപ്പേറും കാലടി താണ്ടി ഞാൻ വന്നു നിഴലായൻ കൂടെ നീയുമുണ്ടാ വൈകാതെ വന്നെത്തി നീയുമെൻ പൈതലെ ശോഭനമായിന്നൻ ജീവരാഗം ഒഴിയും വയറിൻ വിശപ്പിൻ്റെ തേങ്ങലിൽ അമരുന്നു ഞാനിന്നും എൻ പൈതലേ അമരുന്നു ഞാനിന്നും എൻ പൈതലേ. എന്തൊരു ചൂടാ! ഇത്രയും കാലം നല്ല മഴയും കുറച്ചു നേരം മഴ പെയ്യാതായപ്പോ ഭയങ്കര ചൂടാ. ഈ പഹനിതെന്ത് പറ്റി? ഇവൻ ഇബിലീസും വെള്ളം കുടിച്ചിട്ടാണ് വരുന്നത്. വെള്ളമുണ്ടോ? വെള്ളം ഇവിടെ ഇവിടെ വെച്ചിക്കണല്ലോ. ഇതല്ലേ കിടക്കണേ. പട്ടച്ചോലെ വീണല്ല. എന്താ മോനെ അനക്ക് പറ്റിയേ? എനിക്ക് അനക്കെന്താ സുഖല്ലേ? സത്യം പറഞ്ഞ 2 ദിവസമായിട്ട് പട്ടിണിയാ. നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്നതാ. വീട്ടിലൊരു സാധനമില്ല. രാവിലെ മുതൽ കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ കസേരയിൽ കയറി വാ. എനിക്ക് വാ അവിടെ മോക്കൊന്നു ഈ ഒരു കാര്യം ചെയ്യും. ഇത് കുറച്ച് റേഷൻ അരിയാ. ഈ പോയിട്ട് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടായി കൊടുക്ക്. പിടിക്ക് നിക്ക്. ഈ ദൂടിയും വെക്ക്. ഈ ബാൻ ചെല്ല്. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. മയക്കാറുണ്ട്. വെക്കം പുരയിലെത്തിക്കോണ്ടി.
വൈത്തിരി സുഗന്ധഗിരിയിൽ നിന്നും ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ 3 പേരാണ് മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 2 പേരെ ലഭിക്കാനുണ്ട്. കൂടുതൽ വിവരങ്ങൾ കുറച്ച് സമയത്തിന് ശേഷമേ നമുക്ക് ലഭിക്കാറുള്ളൂ. ക്യാമറമാൻ സതീഷിനോടൊപ്പം ബാബു PS, മലനാട് ന്യൂസ്. മൊയ്തീനിക്ക, ഇത്ര നേരമായിട്ട് അവനെ കാണുന്നില്ലല്ലോ. നിങ്ങളൊന്ന് പോയി നോക്ക്. ഇത്ര നേരം ഏടെ ഇരുന്നടാ അന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടല്ലേ. മഴയത്ത് കുടുങ്ങിപ്പോയി. കുടയില്ലാത്തതുകൊണ്ട് അരി നനയായിരിക്കാൻ ചായപ്പിൽ കയറിയതാ. ഇങ്ങോട്ട് വാ. എന്താ ആംബുലൻസ് ഒക്കെ എന്താ? അയ്യോ എന്താ? സഹിക്കാൻ പറ്റില്ലല്ലോ പഠിച്ച തമ്പുരാനെ. എന്റെ മക്കളെ, എന്റെ മക്കളെവിടെ? എന്റെ മക്കളെ, അയ്യോ അയ്യോ. രാവിലെ വിശക്കുന്നു എന്ന് പറഞ്ഞല്ലേ, അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായി. കുറച്ചു ഇത്തിരി മുൻപേ എത്തിയിരുന്നെങ്കിൽ ഒരുമിച്ച് പോവാമായിരുന്നില്ല. ഒരുമിച്ച് പോവാമായിരുന്നില്ല. അയ്യോ ഏട്ടനെവിടെയാ? ക്യാമ്പിലേക്ക് പോവാന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്റെ പൊന്നെ, ഞാനിതെങ്ങനെ സഹിക്കും? ഞാനും കൂടി വരുമായിരുന്നില്ലേ? അയ്യോ, എനിക്ക് താങ്ങാനാവുന്നില്ലല്ലോ ഈശ്വര. അച്ഛന്റെ മോനെവിടെ? അച്ഛന്റെ മോന് കോലുമിഠായി ഭയങ്കര ഇഷ്ടമല്ലേ? കോലുമിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. 2 കോലുമിഠായി കൊണ്ടുവന്നിട്ടുണ്ടാ. മോനെവിടെ? അയ്യോ എവിടെ? അയ്യോ നീ എവിടെ? നീ എവിടെ? ഈ ഭൂമിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണോ മോനെ? എന്റെ പൊന്നു മോനെ, നീ എവിടെ? ആ